കായംകുളം നഗരസഭയുടെ വടക്കൻ പ്രദേശങ്ങൾ കനത്ത മഴയിൽ മുങ്ങി. ജനവാസ മേഖലകളിൽ വെള്ളം കയറിയത് ജനങ്ങളെ വലച്ചു. വീടുകളിലും കടകളിലും വെള്ളം കയറി. കായംകുളം നഗരസഭയുടെ വടക്കൻ പ്രദേശങ്ങൾ കനത്ത മഴയിൽ മുങ്ങി. ജനവാസ മേഖലയിൽ വെള്ളം കയറിയത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചു. വീടുകളിലും കടകളിലും വെള്ളം കയറി. എരുവ, കോയിക്കൽപ്പടി, ചക്കാലമുക്ക്, മാവിലേത്ത് എന്നീ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. വീട്ടിൽ താമസിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് തങ്ങളെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞാൻ കായംകുളം നഗരസഭ 8ാം വാർഡ് കൗൺസിലറാണ്. കായംകുളം നഗരസഭ 8ാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. പല വീടുകളും വെള്ളത്തിനടിയിലാണ്. ഇന്നലെ രാത്രി 2 മണി മുതൽ എല്ലാ വീടുകളിലും വെള്ളം അകത്ത് കയറിയിരിക്കുകയാണ്. അതിദയനീയമായ അവസ്ഥയാണ് 8ാം വാർഡിൻ്റെത്. കരിപ്പുഴ തോടിലെ ബണ്ട് നീക്കം ചെയ്യണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ഇതുവരെയും കരിപ്പുഴ തോട്ടിലെ ബണ്ട് നീക്കം ചെയ്തിട്ടില്ല. ഹൈവേ അതോറിറ്റി ചെയ്തു വെച്ച ബണ്ട് മണ്ണും അതേപോലെ തെങ്ങും കുറ്റികളിലും നിറഞ്ഞ് 2 സൈഡും മൂടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. കഴിഞ്ഞ വെള്ളക്കെട്ട് സമയം മുതൽ, കഴിഞ്ഞ പ്രളയം മുതൽ പറയുന്നതാണ് ഈ പ്രദേശത്തെ ഇത് മാറ്റം ചെയ്യണമെന്ന്. ഇതുവരെയും ഹൈവേ അതോറിറ്റി അത് നീക്കം ചെയ്യുകയോ മുനിസിപ്പാലിറ്റിയിൽ അവരെ വിളിച്ചു വരുത്തിയിട്ട് ഹൈവേ അതോറിറ്റിയോട് ഞാൻ ആവശ്യപ്പെട്ടതാണ് ഈ ബണ്ട് നീക്കം ചെയ്യണമെന്ന്. അത് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രളയകാലത്ത് പോലും നമ്മുടെ വാർഡുകളിലൊന്നും ഇത്രയും വെള്ളം കയറിയിട്ടില്ല. അതേസമയം ഈ പ്രാവശ്യത്തെ ഈ ഒരു 2 ദിവസത്തെ മഴയ്ക്ക് വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട്, അതിരൂക്ഷമായ രീതിയിൽ വെള്ളക്കെട്ടാണ്. അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്നാണ് ഈ സർക്കാരിനോടും ഈ നഗരസഭയോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രധാന പാതകളുടെ വശങ്ങളിൽ പോലും ഓടയില്ലാത്തതും ഉള്ള ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുന്നതിനാലും ഒഴുക്ക് നിലച്ചത് പ്രശ്നം രൂക്ഷമാക്കുന്നു. ഞങ്ങൾ കായംകുളം നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക്കാണ്. അതിപ്പം ഇവിടെ ഈ മഴ കാരണം ഒലിച്ച് പല വീടുകളുടെയും ഓടകളിലും എല്ലാം നിറഞ്ഞ് പലയിടത്തായിട്ട് പോയി കിടക്കുകയാണ്. 2-3 ദിവസത്തെ മഴ കാരണം വൻ നാശനഷ്ടമാണ് വന്നേക്കുന്നത്. പ്ലാസ്റ്റിക്കുകൾ ഓരോരുത്തർക്കും ചെന്നിട്ട് ആൾക്കാർ വിളിച്ച് പരാതി പറയുകയാണ്. കൂടാതെ ഞങ്ങളോടൊപ്പം ജോലി എന്ന് പറയാൻ പല ആൾക്കാരുടെയും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതായി പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് വെക്കാനായിട്ട്. ഇതുവരെയും തീർന്നിട്ടില്ല. ഇനിയും ഓരോ വാർഡുകളിൽ ഇതോട്ട് ഒഴുകി നടക്കുന്നതെന്നും പറഞ്ഞ് ഓരോരുത്തർ വിളിച്ച് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഓട നിർമ്മാണത്തിൽ സംഭവിച്ച പിഴവും വെള്ളം ഉയരാൻ കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു. ഓടകളിൽ തടസ്സങ്ങളില്ലായിരുന്നുവെങ്കിൽ വെള്ളം സുഗമമായി ഒഴുകി കായംകുളം കായലിൽ പതിച്ചേനെയെന്നും നാട്ടുകാർ പറയുന്നു. അശാസ്ത്രീയമായിട്ടുള്ള ഈ ഓട നിർമ്മാണം എനിക്ക് ഏറ്റവും വലിയ കൊല്ലാപ്പായിരിക്കുക. ഇവിടെ പല വീടുകൾക്കും ഈ ഓട നേരത്തെ നല്ല ഓടയായിരുന്നു. ഈ ഓട കുറച്ച് വീതിയും കുറച്ച് താഴ്ചയും കുറച്ച് ചെയ്തതിൻ്റെ കാരണമാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണം. ഇത്രയും നാളിനല്ല, ഈ 70 വർഷത്തിനകം ഞാൻ അനുഭവപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇത്. കായംകുളം മുനിസിപ്പാലിറ്റി എന്തെങ്കിലും എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇതായില്ലെങ്കിൽ ഞങ്ങളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത കനത്ത മഴയും വെള്ളം ഉയരാൻ കാരണമായി. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കായംകുളം നഗരസഭ കാര്യക്ഷമമായ ഇടപെടൽ നടത്തി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് കായംകുളം.